ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ SCRT പുസ്തകം ചെയ്തു. അതിന്റെ 5th സ്റ്റാൻഡേർഡിലെ ജനറൽ സയൻസിൽ നമുക്ക് ആവശ്യമുള്ളൊരു ചാപ്റ്റർ സെലക്ട് ചെയ്താണ് നമ്മൾ ക്ലാസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ചില കമന്റ്സ് ഒക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അവർക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എല്ലാം മനസ്സിലാക്കിയതിൽ സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു എത്ര പേര് പുസ്തകം വായിക്കും എന്ന് ചോദിച്ചിരുന്നു. സത്യസന്ധമായിട്ട് പറയണം, എത്ര പേര് ഇന്നലെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട്? ലെച്ചൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. സത്യം പറയൂ, എത്ര പേര് ഇന്നലെ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ച് വായിച്ചിട്ടുണ്ട്? അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു വന്നായിരുന്നു. അതിലെ വർണ്ണകങ്ങളെല്ലാം പഠിക്കണം. അതുപോലെ ഇലയിലെ സുഷിരത്തിന് പറയുന്ന പേര് സ്റ്റൊമാറ്റ, അത് അറിഞ്ഞിരിക്കണം. എപ്പിഫൈറ്റുകൾ, അതുപോലെ തന്നെ പൂർണ്ണപരാതങ്ങൾ, അർത്ഥപരാതങ്ങൾ എന്നിവയ്ക്ക് ഉദാഹരണം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ SCRTയിൽ നമുക്ക് 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇന്നിനി പഠിക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യവും കൂടി പരിചയപ്പെടുത്തട്ടെ. ഇത് ലെച്ചൂസ് എഡ്യൂ ടിപ്സിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് PYQs ആണ്. PYQs എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2024 ഒക്ടോബർ മുതൽ ബാക്കിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഇതിനകത്ത് വരുന്നത്, 1000 ക്വസ്റ്റ്യൻസ്, 1000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷനും അടങ്ങുന്ന ബുക്കാണ്. ഈ ബുക്കിന്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസ് ആണ് കേട്ടോ. പിന്നെ കൊറിയർ ചാർജ്, ഇപ്പൊ ഞാൻ ഇത് ബൈ പോസ്റ്റ് ആണ് എല്ലാവർക്കും അയക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ്. കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് ചെയ്താൽ മതി. കാരണം കോൾ ചെയ്യാൻ പോകുമ്പം വീഡിയോ ക്ലാസ് എടുക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നടക്കാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഇനി ഈ ബുക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ് ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് ഏത് എക്സാമിനേഷന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ നമുക്കറിയാം 10th ലെവൽ മെയിൻ എക്സാമിനേഷനും +2 ലെവൽ പ്രിലിമിനറി, +2 ലെവൽ മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ മെയിൻസിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ് ഈ ബുക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രാഹ്യമാകുന്ന ഒരു ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് നമ്മൾ ഈ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും ഗ്രാമർ ക്ലാസ്സും ബുക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ബുക്കുകൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഈ ബുക്ക് 10th ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും +2 ലെവൽ എക്സാമിനേഷൻ, അതായത് ഫോഴ്സുകളിലേക്കുള്ള എക്സാംസ്, നിങ്ങൾക്കറിയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, ഇങ്ങനെയുള്ള സർവീസുകളിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവർക്കൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. KAS എക്സാം, അതുപോലെ തന്നെ അറ്റൻഡന്റ് ഗ്രേഡ്, LDC, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റെനോ ടൈപ്പിസ്റ്റ്, സെയിൽസ് അസിസ്റ്റന്റ്, SI, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ എക്സൈസ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ്, VEO, തഹസീൽദാർ, സീനിയർ സൂപ്രണ്ട് എക്സാം എന്നിങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ബുക്കാണിത്. ഇത് എൻ്റെ ബുക്കായിട്ടല്ല ഈ നല്ലതെന്ന് പറയുന്നത്. എൻ്റെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ അതിന് 10 മടങ്ങ് ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് ഈ ബുക്ക് കൊണ്ട് ഉപകാരപ്പെടുന്നത്. അത് തന്നെയുമല്ല, ഇംഗ്ലീഷ് ഭാഗത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് സഹായിക്കും. ബുക്കും നമ്മുടെ ഫ്രീ ആയിട്ട് തരുന്ന ക്ലാസ്സുകളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ ഇംഗ്ലീഷ് നിങ്ങൾ ഇനി എങ്ങും പോകേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കില്ല. പൂർണ്ണമായിട്ട് മുഴുവൻ മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ള 100% ഉറപ്പുണ്ട്. അപ്പോൾ ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. വിളിക്കേണ്ട, വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ SCRTയുടെ ക്ലാസ് എന്ന് പറയുന്നത് 5ാം സ്റ്റാൻഡേർഡിലെ പുസ്തകം തന്നെയാണ്. 5ാം സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. വ്യാധികൾ പടരാതിരിക്കാൻ.
ഇപ്പം ഈ ചാപ്റ്റർ നമുക്ക് നാച്ചുറൽ സയൻസിന്റെ ഭാഗമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ പറയുന്നത് പകർച്ചവ്യാധികളെ പറ്റിയും അവ പടരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തരാം. അപ്പം ഞാൻ പറഞ്ഞു ചാപ്റ്റർ സ്റ്റാൻഡേർഡ് 5 ആണ്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ചാപ്റ്റർ 2 ആണ് കേട്ടോ. പുതിയ SCRT അനുസരിച്ചുള്ള ക്ലാസ് ആണ് ഈ ഒരു സീരീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളത് 2ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പകർച്ചവ്യാധികൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ തന്നത് ഇങ്ങനെയാണ്: ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്താ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ വിളിക്കുന്നതാണ് പകർച്ചവ്യാധികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം പകരുന്നതാണ് പകർച്ചവ്യാധിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ COVID-19 ഒക്കെ വന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പാൻഡമിക് അല്ലെ. അർത്ഥം അറിയാതെ പലരും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആ പാൻഡമിക്കിന് ശേഷം എന്താണ് പാൻഡമിക്? പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാൻഡമിക് അല്ലെങ്കിൽ മലയാളത്തിൽ മഹാമാരി എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഈ പകർച്ചവ്യാധി എന്താണെന്ന് കണ്ടു. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ജനങ്ങളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. അപ്പൊ ഈ പാൻഡമിക് ഡിസീസിന് ഉദാഹരണങ്ങളാണ് ഏതെന്ന് പറയുന്നത് വസൂരി അല്ലെ. പണ്ട് നമുക്കറിയാം വസൂരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ഷയം പാൻഡമിക് ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ എന്താ COVID-19 അല്ലെ, അതൊരു പാൻഡമിക് ആണ്. അതുപോലെ പ്ലേഗ് നിങ്ങൾക്കറിയാം പ്ലേഗ് പാൻഡമിക് ആണ്. അപ്പൊ മഹാമാരികൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയെന്ന് പറയുന്നത് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്നിവ. അപ്പൊ ഇത് ഞാൻ ഈ 5th ചാപ്റ്റർ എടുത്തിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. നിങ്ങൾക്കറിയാലോ ഞാനത് സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല. അപ്പൊ എൻ്റെ കയ്യിൽ ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് വരില്ല. സോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കറിയാം പല ഡിസീസിനും കാരണം എന്ന് പറയുന്ന ആരാണ്? പാത്തോജൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് രോഗാണുക്കളാണ്. രോഗാണുക്കളിൽ പെടുന്നവയാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ. എന്നാൽ എല്ലാ ബാക്ടീരിയകളും രോഗാണുക്കളല്ല, എല്ലാ ഫംഗസുകളും രോഗാണുക്കളല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ചിലയിനം ബാക്ടീരിയകൾ, നമ്മളുടെ ത്വക്കിൽ വസിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്, അവര് പ്രശ്നക്കാരല്ല. ജൈവ വിഘടനത്തിന് സഹായിക്കുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്, അവര് പ്രശ്നക്കാരല്ല. അങ്ങനെ ചിലപ്പോൾ നമുക്ക് പാല് തൈരാക്കുന്ന ബാക്ടീരിയ, അവര് പ്രശ്നക്കാരല്ല. അപ്പൊ എല്ലാ ബാക്ടീരിയയും എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല? രോഗകാരികളല്ല അല്ലെ. അപ്പം പക്ഷെ എന്നാൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയെല്ലാം എന്തിന് കാരണമാകുന്നുമുണ്ട്? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുമുണ്ട്. ഇപ്പൊ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരത്തിലുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? രോഗാണുക്കൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് വിളിക്കാൻ കഴിയും. ബാക്ടീരിയ പറയുന്ന പോലെ തന്നെ ചില ഫംഗസുകളുണ്ട്. എല്ലാ ഫംഗസുകളും രോഗാണുക്കളല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ റൊട്ടിയിൽ ഉണ്ടാകുന്ന പൂപ്പല്, അതൊരു ഫംഗസ് ആണ്. പക്ഷെ അത് രോഗാണുവാണോ? അല്ല. അപ്പൊ എല്ലാ ഫംഗസുകളും ഒന്നും എന്തല്ല? രോഗാണുക്കളല്ല. എന്നാൽ മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യന് ഹാനികരമാകുന്ന ചില ഫംഗസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫംഗസ് ആണ് ഏതെന്ന് പറയുന്നത് ക്യാൻഡിഡ. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. മനുഷ്യന് ഹാനികരമാകുന്ന ഫംഗസ് ആണ് ക്യാൻഡിഡ. അതുപോലെ തന്നെ ക്രിപ്റ്റോകോക്കസ്. ഓക്കെ, ക്രിപ്റ്റോകോക്കസ്, ദെൻ ഹിസ്റ്റോപ്ലാസ്മ. ഇവരൊക്കെ എന്താണ്? ഫംഗസുകളാണ്. ഈ ഫംഗസുകളൊക്കെ എന്താണ്? മനുഷ്യന് രോഗകാരണമാകുന്ന അല്ലെങ്കിൽ മനുഷ്യരിൽ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗസുകളാണ് ക്യാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഈ മൂന്നെണ്ണത്തിന്റെ പേര് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ഈ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ചില വാഹകരുണ്ട് അല്ലെ. ചില ഇപ്പൊ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ചില വാഹകരുണ്ട്, ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ചില വാഹകരുണ്ട്,
ഫംഗസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ചില വാഹകരുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് വിളിക്കും. രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ളവയെ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം എലിച്ചെള്ള് അല്ലെ, എലിച്ചെള്ള് പരത്തുന്ന രോഗമാണ് എന്ത്? പ്ലേഗ്. ഇപ്പൊ പ്ലേഗ് എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഒരു രോഗാണുവാഹകരാണ് ഏത്? എലിച്ചെള്ള്. അപ്പൊ എലിച്ചെള്ള് രോഗാണുവാഹകരാണ് അല്ലെങ്കിൽ വെക്ടേഴ്സ് ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കൊതുക് അല്ലെ, ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന രോഗാണുവാഹകരാണ് ഇത് കൊതുക്. അപ്പൊ കൊതുക് എന്താണ്? ഒരു രോഗാണുവാഹകരാണ്. അപ്പൊ രോഗാണുവാഹകർക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈച്ച, കൊതുക്, എലിച്ചെള്ള് അല്ലെ, അതുപോലെ തന്നെ വവ്വാല് തുടങ്ങിയവയെല്ലാം എന്താണ്? തുടങ്ങിയവയെല്ലാം രോഗാണുവാഹകരാണ്. പിന്നെ ഇതിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും രോഗങ്ങൾ പകരുന്നുണ്ട്. അതുപോലെ തന്നെ വായുവിലൂടെ രോഗങ്ങൾ പകരുന്നുണ്ട്. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾ പകരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആഹാരത്തിലൂടെയും വായുവിലൂടെയും ജലത്തിലൂടെയും മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും ഒക്കെ രോഗങ്ങൾ പടരാതിരിക്കാൻ നാം സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ട് നാം ഭക്ഷ്യയോഗ്യമാക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മൾ എന്ത് ചെയ്യണം? കഴുകി ഉപയോഗിക്കണം. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും രോഗം പകരാതിരിക്കാൻ നാം ഭക്ഷ്യയോഗ്യമാക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഉള്ള രോഗങ്ങൾ വരാതെ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകളാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു മുൻകരുതൽ എന്ന് പറഞ്ഞാൽ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ രോഗിയുടെ തൂവാല, രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക എന്നിവ ചെയ്യുന്നത് വഴി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും ഉള്ള രോഗങ്ങൾ നമ്മളിൽ പകരാതിരിക്കും. അതുപോലെ തന്നെ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും ഉള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ നാം ചെയ്യേണ്ട ഒരു മുൻകരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് ആ മലിനജലം അല്ലെങ്കിൽ ആ മണ്ണുമായിട്ട് നമ്മൾ സമ്പർക്കത്തിന് പോകാതെ ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ മലിനജലവുമായി അത് സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ചെളിയോ മലിനജലമോ ഒക്കെ പുരണ്ടു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി അത് സൂക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് അതിന് വേണ്ട മുൻകരുതലുകളാണ്. ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കുവാനും അവയെ ചെറുത്തു നിർത്തുവാനുമുള്ള കഴിവ് നമ്മളുടെ ശരീരത്തിന് സ്വന്തമായിട്ടുണ്ട്. ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? രോഗപ്രതിരോധ ശേഷി എന്ന് പറയും അല്ലെ. അതായത് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയാണ്, നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗം പിടിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കും. അങ്ങനെയുള്ള ആ കഴിവിനെ വിളിക്കുന്നതാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. എന്നാൽ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് നമുക്ക് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയിലൂടെ തടയാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും? ആർജിത രോഗപ്രതിരോധ ശേഷി വേണം. അതായത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി പവർ വേണം. അതിനുവേണ്ടി നമ്മൾ വാക്സിനേഷൻ കൈക്കൊള്ളണം. നിങ്ങൾക്കറിയാം ചില അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാവരും എന്തെടുക്കാറുണ്ട്? വാക്സിനേഷൻ സ്വീകരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വാക്സിനേഷൻ ചാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5ാം ക്ലാസ്സിലെ പുസ്തകം എടുത്തിട്ട് ജനറൽ സയൻസിന്റെ 2ാമത്തെ ചാപ്റ്റർ എടുത്ത് വാക്സിനേഷൻ ചാർട്ട് നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ നമ്മളോട് ഈ വാക്സിനേഷന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാനും മതി, അതുകൊണ്ട് നോക്കണം കേട്ടോ. ആദ്യം BCG എന്ന് പറഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബി. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ. RVV റോട്ടോ വൈറസ് വാക്സിൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇനി OPV BCG ഹെപ്പ് ബി ആണ് ജനന സമയത്ത് കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻ. 6 ആഴ്ച പ്രായമുള്ള കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻസ് ആണ് OPV1, RVV1, പെന്റാവാലന്റ് 1, FIPV1, PCV1 എന്നീ വാക്സിനുകൾ. 10 ആഴ്ച പ്രായമായ കുട്ടികൾക്ക് എടുക്കുന്നതാണ് OPV2, RVV2 വാക്സിൻ, പെന്റാവാലന്റ് 2 വാക്സിൻസ്.
14 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന വാക്സിനാണ് OPV3, RVV3, പെന്റാവാലന്റ് 3, FIPV2, PCV2 എന്നീ വാക്സിനുകൾ. അതുപോലെ തന്നെ കുറച്ച് വാക്സിൻസും കൂടി നമ്മൾ അറിഞ്ഞു വെക്കാനുണ്ട്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്നാണ്. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പുസ്തകം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഈ ഭാഗം നോക്കണം. MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റൂബെല്ല വാക്സിൻ ആണ്. DPT എന്നാൽ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ആണ്. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. ഇനി ഏതൊക്കെ ഏജിലാണ് എടുക്കണമെന്ന് ചോദിച്ചാല് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് എടുക്കുന്ന വാക്സിൻ ആണ് MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV3 എന്നീ വാക്സിനുകൾ. 16 മുതൽ 24 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 വാക്സിനുകൾ. 5 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 2 വാക്സിനുകൾ. 10 വയസ്സിൽ പ്രായമുള്ള സമയത്ത് എടുക്കേണ്ടതാണ് TD1 വാക്സിൻ. TD എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. TD2 എടുക്കുന്നത് 16 വയസ്സിലും. അപ്പൊ ഈ വാക്സിൻസ് നിങ്ങൾ നോക്കണം. ക്ലിയർ അല്ലെങ്കിൽ പുസ്തകം എടുത്തു വെച്ച് നോക്കുക. ആർജിത രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഓരോ വാക്സിനേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേരുകളും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കുട്ടികൾക്ക് ജനന സമയം മുതൽ ഓരോ പ്രായത്തിലും നൽകേണ്ട വാക്സിനേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യത്തോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുവാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പാൻഡമിക് എന്താണെന്നൊക്കെ വേണമെങ്കിൽ PSCക്ക് നമ്മളോട് ഒരു എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, MCQ ആയിട്ട് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് വാക്സിൻസ് പറഞ്ഞല്ലേ, ആ വാക്സിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ ഇത് പഠിക്കേണ്ടതാണ്. നാച്ചുറൽ സയൻസിന്റെ ഭാഗമായിട്ട് രോഗങ്ങൾ, രോഗകാരികൾ എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. വിട്ടുകളയരുത്, പഠിക്കണം. അപ്പൊ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.